നന്മയുടെ വഴിയിലൂടെ അല്ലാതെ അച്ഛൻ ഇതുവരെ സഞ്ചരിച്ചിട്ടില്ല. മനസ്സറിഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും ദൈവത്തിനെല്ലാം തട്ടിപ്പറിക്കണമെന്ന് തോന്നുന്നെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. ദാരിദ്ര്യത്തിന്റെ പേരിൽ എന്നെങ്കിലും അച്ഛനോട് പരാതി പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ആരെങ്കിലും? ഉയർച്ചയിലായാലും താഴ്ചയിലായാലും ഒരു മനസ്സോടെ നമ്മൾ ജീവിക്കും. നമ്മുടെ മനസ്സിലെ സന്തോഷം നമ്മൾ ആർക്കും വിട്ടുകൊടുക്കില്ല. അച്ഛൻ സമാധാനിക്കും. ദേവേട്ടന് സോഫി ആകെ ടെൻഷനില്ല സന്ധ്യ. ആ കമ്പനിക്കാരൻ നിർബന്ധ ബുദ്ധിയില്ല. നഷ്ടപരിഹാരവും അവർ വിധിച്ച തുക ഉടനെ അടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവര് വിധിക്കുന്ന മാത്രമല്ലല്ലോ, നമുക്കും പറയാൻ കാണില്ല ന്യായം. കോടതിയിൽ പോണം, അല്ലാതെ ഈ കണ്ടീഷനിൽ കോടതിയിൽ പോയാലും ബുദ്ധിമുട്ടുണ്ടമ്മേ. ഗ്ലോറി ഒപ്പിട്ടിരിക്കുന്നതൊക്കെ അവർ പറഞ്ഞ നിബന്ധനകളില്ല. അതിൽ നിന്നും പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. സ്ഥാപനം അവളുടേതായിരിക്കുമ്പോൾ അങ്ങനെ ഒരു കരാറിൽ അവൾ ഒപ്പിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നത് കമ്പനി നമുക്ക് കിട്ടിയതിനു ശേഷം അവൾ എന്തെങ്കിലും പുതിയ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നതാണ്. അവൾക്ക് നേരിട്ട് പ്രതികാരം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നു. കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ എഗ്രിമെന്റും അവരുടെ ഡിമാൻഡ്സ് ഒക്കെ പരിശോധിക്കുന്നുണ്ട്. ഗ്ലോറി ബോധപൂർവം ചതിക്കുകയല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനുള്ള മാർഗം കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. ചതിച്ചതാണെന്ന് സംശയം എന്തിനാ? എങ്ങനെ എല്ലാരും കൂടി പഴയതുപോലെ ഇങ്ങനെ തളർന്നിരുന്നുകൊണ്ട് കാര്യമില്ലെന്ന് നീ ദേവനോട് പറയണം. സമാധാനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. വല്ലാതെ മാറി വന്നതോ ദേവേട്ടൻ. വിഷമൊക്കെ മറന്ന് പഴയ അവസ്ഥയിൽ ദേവേട്ടനെ തിരിച്ചു കിട്ടിയെന്ന് കരുതിയപ്പോ നോക്ക്, നീയാ ഇപ്പോ ദേവന്റെ ശക്തിയാവേണ്ടത്. ഈ പ്രതിസന്ധി നമുക്ക് മറികടക്കണം. നീ അവളുടെ മുമ്പിൽ കീഴടങ്ങാൻ വയ്യ. ഒരർത്ഥത്തിൽ അവളോട് കാണിച്ച ദേവ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. ഗ്ലോറിയ മാനസികമായി തളർത്തുന്ന ഒരേ ഒരു കാര്യം പ്രകാശും സോഫിയും തമ്മിലുള്ള വിവാഹമായിരുന്നു. അവളുടെ കേസ് കഴിയട്ടെ എന്ന് പറഞ്ഞ സാവകാശം ഇപ്പൊ അവൾ നന്നായിട്ട് ഉപയോഗിക്കുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സന്ധ്യ? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. വീണ്ടും നമ്മുടെയൊക്കെ നെഞ്ചിൽ തീ വീണു.